എല്ലാവർക്കും നമസ്തേ. ഞാൻ സിതു സതീശൻ. നമ്മുടെ ദൈവത്തിന്റെ നാടായ കേരളം ഭീകരവാദത്തിന്റെ പറുദീസയാണെന്ന് അന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ കമ്മി സൂടാപ്പി കൊങ്ങികൾ എന്തുമാത്രം മുറവിളി കൂട്ടിയിരുന്നു. നമ്മുടെ നാടിനെ അപമാനിക്കുന്നു, നമ്മുടെ കേരളത്തെ, ദൈവത്തിന്റെ നാടായ കേരളത്തെ ആക്ഷേപിക്കുന്നു. നിങ്ങൾക്ക് ഈ കേരളത്തെക്കുറിച്ച് എന്തറിയാം? ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളം ഭീകരവാദികളുടെ പറുദീസയാണ് എന്ന് പറഞ്ഞത്, അടിവരയിട്ട് പറഞ്ഞത് കേരളത്തെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ്, അറിഞ്ഞിട്ടാണ്. നോക്ക്, കേരളം തീവ്രവാദികളുടെ പറുദീസയല്ല, മതേതരവാദികളുടെ പറുദീസയാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം എത്രയേറെ ISIS റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുണ്ട്. എത്രയേറെ ISISൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെ പിടിച്ചിട്ടുണ്ട്. എത്രയേറെ ആളുകളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഏറെ പറയുന്നത്? ഭീകരവാദം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒളിച്ചിരിക്കാനുള്ള ഒരേ ഒരിടം കേരളമാണ് എന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി സക്കീർ ഹുസൈൻ പാകിസ്ഥാനിൽ വെച്ചിട്ട് പറയണ്ടായി. ഇതാ ഇപ്പോൾ കേരളം അധികം ചർച്ച ചെയ്യാതെ ജസ്റ്റ് ഒരു വാർത്ത കൊടുത്തിട്ട് പിന്നെ മിണ്ടാതിരിക്കുന്ന, മൗനിയെ നിൽക്കുന്ന ഒരു വാർത്തയാണ് ഞാനിവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമല കഴിഞ്ഞാൽ അടുത്തത് ഗുരുവായൂരാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതീവ സുരക്ഷയുള്ള നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിനും ISIS ഭീഷണിയുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത വരാൻ വേണ്ടി കാരണം ISISലേക്ക്, തീവ്രവാദ കേന്ദ്രത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു തീവ്രവാദി ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പാഞ്ചജന്യം ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടത്രേ. കൂടാതെ ഈ തീവ്രവാദി ഗുരുവായൂരിലെ ഒരു പ്രത്യേക ചടങ്ങിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെയുള്ള എല്ലാ ഭക്തന്മാർക്കും മിഠായി വിതരണം ചെയ്യുകയും ചെയ്തത്രേ. ആ മിഠായി ഒരു മതേതര മിഠായി ആയിരുന്നു. കാരണം എന്താണെന്നല്ലേ, അതിനു മുകളിൽ ഈദ് മുബാറക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അല്ല, ഈ ഈദ് മുബാറക്ക് എഴുതി വെച്ച മിഠായി എന്തിനാന്ന് നമ്മുടെ ഗുരുവായൂരിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇവർക്ക് വേണമെങ്കിൽ പോയി പള്ളിയിൽ കൊടുത്താൽ പോരെ. അപ്പം അതിലെന്തോ ഗൂഢലക്ഷ്യമുണ്ട്. ഇത് ചില രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇങ്ങനൊരാൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആരെ രക്ഷിക്കാനാണ്? ശബരിമല തീർത്തും കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെയാണ്. ഇതിലൊക്കെയാണ് ഇനി ഇവർക്ക് കണ്ണുണ്ടാവുക, ദൈവത്തിനറിയാം. എന്നാൽ ഈ ഈദ് മുബാറക്ക് എന്ന മുട്ടായി വിതരണം ചെയ്ത വ്യക്തി ഒരു തീവ്രവാദിയാണെന്നും അയാളെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ അവിടെ ചെറിയൊരു പ്രതിഷേധം നടക്കുകയും അങ്ങനെ പോലീസ് ഈ തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത ഉടനെ പോലീസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ തീവ്രവാദിക്ക് മാനസികമാണ്. അല്ല, ഈ സ്വബോധത്തോടെ നടക്കുന്ന ആരും ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ഒരാളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ ഒരു ഭീകരവാദം നടത്താനോ ഒരു തീവ്രവാദം നടത്താനോ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനോ പോകില്ല. അതൊരു സത്യമാണ്. ഈ മതം പഠിച്ച് മതം ഇളകി ഭ്രാന്തായി നടക്കുന്നവരല്ലേ സ്വയം പൊട്ടിത്തെറിക്കാനും രാജ്യവിരുദ്ധത ചെയ്യാനും കൊള്ളയും കൊലയും നടത്താനും ഒക്കെ പോകുന്നത്. ഇങ്ങനെ മാനസിക രോഗികളുടെ എണ്ണം കൂടി അവസാനം ചങ്ങലയ്ക്ക് വരെ ഭ്രാന്താകുമോ പോലീസെ? അതേപോലെ തന്നെ ഇതേ തീവ്രവാദി കഴിഞ്ഞ ദിവസം സത്രം ഗേറ്റിന് മുന്നിൽ വെച്ച് ഗുരുവായൂരിന്റെ കിഴക്കേ നടവരെ ഈ കാശ്മീരി തീവ്രവാദി ബൈക്ക് ഓടിച്ചു പോയിട്ടുണ്ടത്രേ. ചിലപ്പോ സ്വയം പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ഈ ബൈക്ക് ഓടിച്ചിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നേടുകയാണെങ്കിലോ, ആൾക്കാർക്കിടയിലേക്ക് ബൈക്ക് ഓടിച്ചിട്ട് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ. അതീവ സുരക്ഷയുള്ള ഒരു അമ്പലമാണ് ഗുരുവായൂർ. ഈ ഗുരുവായൂരിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലത്തെ അംഗങ്ങൾ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഈ സമയത്തും പോലീസിന്റെ വാദം എന്ന് പറയുന്നത് അയാൾക്ക് മാനസികമാണ് എന്നാണ്. അതുപോലെ തന്നെ 2 ദിവസം മുന്നെയാണ് പിണറായി വിജയന്റെ മകൻ ഗുരുവായൂരിൽ വന്നത്. അന്നും അവിടെ വൻ സുരക്ഷാ ക്രമീകരണ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറെ സമയം വരെ CCTV ക്യാമറ ഇല്ലായിരുന്നു. നമ്മുടെ കേരളത്തിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട്. വിശ്വാസികൾ അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും. ഇപ്പം അച്ഛൻ നിരീശ്വരവാദി ആയതുകൊണ്ട് മകൻ നിരീശ്വരവാദിയാകണമെന്നില്ല, ഈശ്വരവാദിയാകാം, ഈശ്വര വിശ്വാസിയാകാം. പിണറായി വിജയന്റെ മകൻ
ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടോ? അച്ഛൻ നിരീശ്വരവാദി ആയതുകൊണ്ട് മകൻ നിരീശ്വരവാദി ആകണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം വരും. രണ്ടഭിപ്രായം എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ അതീവ സുരക്ഷയുള്ള അമ്പലത്തിലൊക്കെ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ സുരക്ഷാ വീഴ്ച കൊണ്ട് എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ നടക്കും. അല്ല ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അമ്പലങ്ങൾ കൊള്ളയടിക്കുകയാണ്. ഈ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു പ്രവർത്തനമാണ് ദേവസ്വം ബോർഡ് കാഴ്ചവെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ശബരിമലയിലെ കട്ടിളപ്പാളിയും അതുപോലെ തന്നെ പല സാധനങ്ങളും കാണാണ്ടായിട്ടുണ്ട്. ഗുരുവായൂരിലും പല സാധനങ്ങൾ കാണാണ്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇനി എന്തൊക്കെ ബാക്കി ഉണ്ടാവുമെന്ന് ഗുരുവായൂരപ്പന് മാത്രമേ അറിയൂ. ഇനി ഗുരുവായൂരപ്പന് അറിയുമെന്ന് തന്നെ അറിയില്ല. ഒരു ഹിന്ദു എന്ന നിലയിൽ, ഒരു ഹൈന്ദവ വിശ്വാസി എന്ന നിലയിൽ ഗുരുവായൂരപ്പനോട് ഇത്രേ പറയാൻ പറ്റും. അങ്ങ് തന്നെയാണ് അങ്ങേക്ക് തുണ. ഇന്ന് അങ്ങയെ രക്ഷിക്കാൻ ഇവിടെ വസുദേവരില്ല. സ്വയം സുരക്ഷിതനാവുക, അത്രേ പറയാനുള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ജയ് ഹിന്ദ്.